8-9 നൂറ്റാണ്ട് വരെ കേരളത്തിലെ ജാതി ഇല്ലായിരുന്നു. പിന്നെ എങ്ങനെയാണ് കേരളത്തിൽ ജാതി ഉണ്ടായെന്ന് വെച്ചാൽ 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ് കേരളത്തിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശത്തേക്ക്, അന്ന് കേരളമല്ല, ഏറ്റവും അധികം ബ്രാഹ്മണ കുടിയേറ്റം ഉണ്ടാകുന്നത്. അതിനു മുമ്പും ബ്രാഹ്മണർ വന്നിട്ടുണ്ട്. പക്ഷെ അത് കച്ചവട ആവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് വന്ന ബ്രാഹ്മണർ പലയിടത്തും സെറ്റിൽ ചെയ്തു. ഇവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുമായിട്ട് ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഒരു മതപരമായ ഒരു മതം വ്യാപിക്കുക എന്നൊരു ലക്ഷ്യത്തോടെ വൻതോതിൽ ഈ കുടിയേറ്റം ഉണ്ടാകുന്നത് 8-ാം നൂറ്റാണ്ടിന് ശേഷമാണ്. ആ ഒരു കാലഘട്ടമാണ് എൻ്റെ നോവലിൽ പ്രതിപാദിക്കുന്നത്. അതായത് ശങ്കരാചാര്യരുടെ ജന്മത്തിന് ശേഷമാണ്, അദ്വൈത സിദ്ധാന്തം വന്നതിന് ശേഷമാണ്. ശങ്കരാചാര്യർ ഇവരെ അപഹസിച്ചു, പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിച്ച് ആദ്യം അപഹസിച്ചിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ശങ്കരാചാര്യർക്ക് ശേഷം ഈ ബ്രാഹ്മണ മതത്തിൽ തന്നെ ഉണ്ടായിരുന്ന 2 പ്രബല വിഭാഗങ്ങൾ തമ്മിൽ ഒന്നാവുകയാണ് ചെയ്തത്. ഇവർ പരസ്പരം കലഹിച്ചിരുന്നവരാണ്, ശൈവരും വൈഷ്ണവരും. ശൈവ ബ്രാഹ്മണരുണ്ടായിരുന്നു, അത് ഏറ്റവും അധികം ഈ തമിഴകത്താണ്. തമിഴകം എന്ന് പറഞ്ഞാൽ അന്ന് കേരളം തമിഴകമാണ്. ഞാൻ അതിലേക്ക് വരുന്നു. അപ്പം ഇവർ തമ്മിൽ യോജിക്കുകയാണ്. പരസ്പരം കലഹിച്ചിരുന്നവരാണ്. വൈഷ്ണവ ബ്രാഹ്മണർക്ക് ശൈവ ബ്രാഹ്മണരെ ഭയങ്കര പേടിയായിരുന്നു. ഇവരുടെ ആണ് ശൂലം, ത്രിശൂലം ഉണ്ടാവും ഈ നയനാർമാരുടെ ഇവർ ശൂലം കൊണ്ട് നടക്കുന്നത്. അവരുടെ സന്യാസിമാരുടെ ഇടയിലൊക്കെ ഉണ്ട്. അപ്പം കൊല്ലുക. വൈഷ്ണവർക്ക് ഭയങ്കര പേടിയാണ്. വൈഷ്ണവർ കുറച്ചുകൂടി സമാധാന പ്രേമികളായിട്ടുള്ള ബ്രാഹ്മണരായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ യോജിച്ചതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഈ 9th സെഞ്ചുറിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഒരു ബ്രാഹ്മണിക് അധിനിവേശം നമ്മുടെ ഈ പ്രദേശത്തേക്ക് ഉണ്ടാവുന്നത്.